النبي صلى الله عليه وسلم أكثروا ذكر الله حتى يقولوا مجنون. മണ്ണിൽ പിറന്ന് ഹയാത്തായി നീക്കൊന്നാൾ മന്നർ ബദരീങ്ങൾ കാവലിലേകല്ലാഹ് ദണ്ണം വബാവും ബാലാവും മണയാമൽ തരുളർ ബദരീങ്ങൾ കാവലിലേകല്ലാഹ് ഉണ്ണും വോജിനം മോദലും കുറക്കാതെ ഉന്മബദരീങ്ങൾ കാവലിലേകല്ലാഹ് എന്നും മാവുത്തോളം ദേഹത്തം കിട്ടുവാൻ എങ്ങൾ ബദരീങ്ങൾ കാവലിലേകല്ലാഹ് അവനിൽ നിന്നെന്നിൽ മാനക്കടത്താതെ അധികം നിഅമത്തായി നിന്ന് മരിക്കുമ്പോൾ നവലം ഷഹാദത്തും ഈമാനും കിട്ടുവാൻ നാദർ ബദരീങ്ങൾ ഹക്കാണ് യഗല്ലാഹ്. സ്നേഹം നിറഞ്ഞ ആദരണീയരായ ഉലമാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ അവൻ്റെ പൊരുത്തപ്പെട്ട അമലായി റബ്ബ് കബൂലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും സുഖലോക സ്വർഗത്തിൽ മഹാനായ ഔസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൂടെ പുന്നാര നബിൻ്റെ ചാരത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളൊന്നും നിന്നോട് ചോദിക്കാൻ അർഹരല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, പരിപൂർണ്ണ ഉറപ്പാണ്. പക്ഷേ നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരു റബ്ബ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പരാതി പറയാൻ മറ്റൊരാളില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് സാധുക്കളായ പാവങ്ങളായ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത്, ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളെ കൽബിലുണ്ട് അല്ലാഹ്. ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും പാവങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ ചിന്തിക്കണം. 50 ജനിച്ചതായ ഞാൻ 22 ഇപ്പം നിലകൊള്ളുന്നത്. 72 വയസ്സ് കഴിഞ്ഞു. ഈ വയസ്സ് വരെ എനിക്ക് തിന്നാൻ തന്ന എൻ്റെ റാജാലിക്കായ റബ്ബിന് വേണ്ടി, എനിക്ക് ആരോഗ്യം തന്ന എൻ്റെ റബ്ബിന് വേണ്ടി, സംസാരിക്കാനുള്ള ശക്തി തന്ന റബ്ബിന് വേണ്ടി, കാണാനുള്ള ശക്തി തന്ന റബ്ബിന് വേണ്ടി, ഇരിക്കാനുള്ള കഴിവ് തന്ന റബ്ബിന് വേണ്ടി, നടക്കാനുള്ള കഴിവ് തന്ന റബ്ബിന് വേണ്ടി, അബ്ദുല്ലാ നീ എന്ത് ചെയ്തടോ എന്ന് ചോദിച്ചാൽ ആ റബ്ബിന്റെ കോർട്ടിൽ വെച്ച് എന്താണടോ മറുപടി പറയുക എന്ന ബോധം വേണ്ടേ? സഹോദര, ഞാൻ നീയും വരുമ്പോ ഒരു നൂല് പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഒരു പുൽച്ചെടി കൊണ്ടുവന്നിട്ടില്ല, ഒരു മണ്ണിൻ്റെ തരി കൊണ്ടുവന്നിട്ടില്ല, നമ്മളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
അങ്ങനത്തെ നമ്മൾ ഒന്നുമില്ലാതെ നമ്മളെ തീറ്റി പോറ്റി സംരക്ഷിച്ച് വേണ്ടതൊക്കെ ചെയ്തു തന്ന് ഖാലിഖായ റബ്ബില്ലേ, ആ റബ്ബിനെ ബോധം വേണ്ടേ? അവന് വേണ്ടി എന്താണ് ചെയ്തത്? പ്രിയപ്പെട്ട സഹോദര, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഉറുപ്പ്യത്തരണം പൊട്ടിച്ചണം. ഒരു ബൈക്കും വന്ന് മറിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര രൂപ പൊട്ടിക്കണം? ഒരു പന്ത് കളിച്ചിട്ട് കുട്ടിൻ്റെ കാല് കേടെന്നാൽ ഉറുപ്പ്യത്തരം പൊട്ടിക്കണടോ. KP അബ്ദുള്ളന്റെ കാലിന് ഒരു കാലം റബ്ബ് ഒരു കേട് തന്നിട്ടില്ലല്ലോ. റബ്ബ് 72 കൊല്ലത്തിന്റെ അപ്പുറം തന്ന കാലാണല്ലോ. ഇന്നും ഒരു കേടുമില്ലാതെ നടക്കാനും ഇരിക്കാനും കടക്കാനും എല്ലാറ്റിനും കഴിയുന്ന കാലല്ലേ. ആ റബ്ബിന് വേണ്ടി KP അബ്ദുള്ള എന്ത് ചെയ്തടോ എന്ന് ചോദിച്ചാൽ എന്താണടോ മറുപടി പറയാനുള്ളത്? ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട മുസ്ലിമേ, ചിന്തിക്കണം. അതുകൊണ്ടാണ് ആദരവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞത്, അക്സിറൂ ദിക്റല്ലാഹ്, അക്സിറൂ ദിക്റല്ലാഹ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും ഏത് സമയത്തും അല്ലാഹുവിന്റെ ദിക്റിലായിരിക്കണം നീ. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് പച്ച പിടിച്ചുകൊണ്ടേയിരിക്കണം. ഇത് വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. ഈ നീമത്തൊക്കെ ചെയ്തു തന്ന റബ്ബാണ്. ഇതൊക്കെ റബ്ബ് തന്നതാ. ലൈൻ ശകർതും ലഅസീദന്നകും ലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി ചെയ്താൽ, ഞാൻ ചെയ്യുന്ന നിയമത്തിന് നന്ദിയുള്ളവരായാൽ നിയമത്ത് കൂടി 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 വരും. വലൈൻ കഫർതും, നിങ്ങൾ നന്ദി കേട് ചെയ്താൽ ഇന്ന അദാബി ലശദീദ്, എടോ എൻ്റെ കഠോരമായ ശിക്ഷക്ക് നീ അനുഭവിക്കേണ്ടി വരും കേട്ടോ. ഒരു തലവേദന വന്നാൽ അത് ചികിത്സിക്കണോ? റബ്ബിന്റെ സൗഫീക്ക് വേണം കേട്ടോ. ശിഫ റബ്ബിന്റെ കയ്യിൽ നിന്ന് കിട്ടണം കേട്ടോ. എന്ത് കേട് വന്നാലും ഖാലിഖായ റബ്ബാണ് അത് മുഴുവനും നമ്മൾക്ക് ചെയ്തു തരേണ്ടത് കേട്ടോ. ആ റബ്ബിന് ഏത് സമയത്തും ബോധം വേണം കേട്ടോ. വെറുതെ പറഞ്ഞതല്ലത്. അത് ഇവിടുത്തെ മുൻഗാമികളായ ആൾക്കാർ, ഇപ്പോൾ രചിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് ലബ്ബൈ റഹിമഹുല്ലാഹു തആല മഹാനവറുകൾ വഫാത്തായ മാസം, ഓരൊക്കെ അള്ളാഹുവിൻ്റെ ദിക്റിലായി ജീവിച്ചവരാ. അള്ളാഹുവിൻ്റെ ദിക്റും ചൊല്ലിക്കൊണ്ട് നമുക്കിപ്പോൾ വന്നാൽ എന്നെ പോലത്തെ ആൾക്കാർ, ഞങ്ങളെ പറ്റി പറയല്ല കേട്ടോ, എന്നെ പോലത്തെ ചങ്ങായിമാർക്കൊക്കെ ദിക്റിൻ്റെ സാഹസിൽ വന്നാൽ ഒന്ന് ഇരിക്കാനും കൂടിയും പ്രയാസം. ചൊകിനൊന്ന് കുത്തിരുന്നാണ്ട് ഒരു ദിക്റി അല്ലട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വട്ടം ചെല്ലട്ടെ എന്ന് അതിനും കൂടി പറയുമ്പോൾ കഴിയണില്ല, ക്ഷീണാണ്. ദിക്റിൻ്റെ സാഹസം കുത്തിരുന്ന ക്ഷീണ. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു 10-100 ഉറുപ്പ്യ കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ അവിടെ പോയി കണ്ട് ക്യൂ നിൽക്കുക, വെയിലും കൊണ്ട് നിൽക്കാനും യാതൊരു ക്ഷീണം ഉണ്ടാവില്ല. എന്നെപ്പോലത്തെ പറ്റി ഞാൻ പറയണം, നിങ്ങളെ പറ്റിയല്ല കേട്ടോ. ഒരു 100 ഉറുപ്പ്യ കിട്ടുന്നുണ്ട് പറഞ്ഞാലേ അതിന് വെയിലും കൊണ്ട് നിൽക്കാനും മടി ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. അള്ളാഹു എനിക്ക് ദിക്റ് ചെല്ലുന്ന ഒരു സഹസിൽ വന്നാൽ ഒരു 10 വട്ടം ദിക്റ് ചെല്ലാൻ കുത്തിരിക്കാൻ പറ്റാന്ന്. ഇതൊക്കെ അപ്പം നമ്മളെ ഈമാന്റെ ശക്തി. മഹാനായ ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പോയി പിരാന്താണ് വരെ സഹാത്യല്ല ദിക്റ് ചെല്ലണമെന്ന്. ദിക്റ് ചൊല്ലി 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 പിരാന്താണ്. പിരാന്തെന്ന് മനുഷ്യന്മാരെന്ന് പറയണോ അന്ന് മനുഷ്യരായി. അന്നെ പറ്റി എല്ലാവരും പിരാന്തെന്ന് പറയണം. ആലുവായി തങ്ങൾ പിരാന്തനല്ലേനോ? മടവൂർ തങ്ങൾ പിരാന്തനല്ലേനോ? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പിരാന്തനല്ലേ? ശൈഖും മജ്നൂൻ പിരാന്തനല്ലേ? അതുപോലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ മുൻഗാമികളെ നോക്കിയാലൊക്കെ പിരാന്തന്മാരാ. കോയപ്പാപ്പ പിരാന്തനല്ലേ? ഓരൊക്കെ ആൺകുട്ടികളാണ്.
മഹാനായ ആലുവായി തങ്ങൾ ഇങ്ങനെ നടക്കുമ്പം തുണിൻ്റെ തല ഇങ്ങനെ പിടിച്ചേക്കും, അതിങ്ങനെ തിരിച്ചു കൊടുക്കും. ഒരു മൂളക്ക് അങ്ങനെ കേൾക്കാം, ഒരൊച്ച. എന്താണ് ദിക്റ? ദിക്റും ചൊല്ലിക്കൊണ്ട് അങ്ങനെ നടക്കുന്നത്. എന്നാൽ ഓർക്ക് എന്ത് പ്രശ്നമുണ്ടോ റബ്ബാണ് സാധിപ്പിച്ചു കൊടുക്കും ചെയ്യും. എന്ത് കാര്യമാണോ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഓലെ മേൽ ഒരു പേടിയില്ല. ഒരു പേടി ഓർക്ക് പേടിച്ചണ്ട, ആരും പേടിച്ചണ്ട, ഒരു സാധനം പേടിച്ചണ്ട, ഏത് കൊറോണൻ്റെ ബാപ്പ എന്നാലും പേടിച്ചണ്ട, ബേജാറുമില്ല ഓർക്ക്. ആലുവായി തങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, സമയം കളഞ്ഞ് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. മഹാനായ ആലുവായി തങ്ങൾ ഒരിക്കൽ ആലുവായിക്ക് പോകണം. എവിടുന്നാ പോണത് അറിയാം? എടക്കുളത്തുനിന്ന് തിരുനാവായ സ്റ്റേഷനിൽ നിന്നാണ് മൂപ്പർക്ക് ആലുവായിക്ക് പോകേണ്ടത്. അതിന് വരാനുള്ളതോ എക്സ്പ്രസ്സാണ് വരാനുള്ളത്, വണ്ടി വരാനുള്ളത്. ആ തിരുനാവായ അന്ന് ആ കാലഘട്ടത്തിൽ 2 വണ്ടിയാണ് നിൽക്കുക. ഒന്ന് രാവിലെ 7 മണിക്ക് കോഴിക്കോട്ടേക്ക് പോകുന്ന വണ്ടി, വൈകുന്നേരം 7 മണിക്ക് ഇങ്ങോട്ട് വരുന്ന വണ്ടി. അവിടെ ഞാൻ ദിവസം എടുത്തുന്ന കാലത്തും അത്ര തന്നെ ഉള്ളൂ നിൽക്കണത്. ഞാൻ അടുക്കളത്ത് നിൽക്കണമെന്നും അത്ര തന്നെ ഉള്ളൂ. ആ വണ്ടി നിൽക്കണത് 2 വണ്ടി തന്നെ ഉള്ളൂ. അതൊന്ന് അന്ന് കണ്ണൂർക്കാണ് പോകണത്. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വൈകുന്നേരം രാത്രി 7 മണിക്ക് വരും. ആ അവിടെ 2 നേരം നിൽക്കുള്ളൂ. ഉച്ചക്ക് 1 മണിക്കാണ് മഹാനായ ആലുവായി തങ്ങൾ അവിടെ ചെല്ലണത്. ആലുവായി തങ്ങൾ എന്നുകാണ്ട് പറഞ്ഞു, ഉച്ച ടിക്കറ്റ് വേണം, നാട്ടിൽ വേണമെന്ന. അതിന് പിന്നെ വണ്ടി ഇവിടെ നിൽക്കൂലല്ലോ പറഞ്ഞു. നിൽക്കൂലേ? നിൽക്കൂല. നിൽക്കാത്ത വണ്ടിയാണല്ലോ വരുന്നത്. ഇച്ച് പോകണല്ലോ, ഇച്ച് പോകാൻ പറ്റില്ലല്ലോ പറഞ്ഞു. വണ്ടി നിൽക്കൂല, പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് ആകാൻ പറ്റുമല്ലോ. അതിലൊരു ബാണ്ട് കൊണ്ട് തോളിൽ നമ്മളെ കണ്ടാൽ ഇങ്ങനെ തോന്നുന്ന ഒരു ഫക്കീറാണെന്ന്, തെണ്ടിപ്പാപ്പയാന്നാ മനസ്സിലാക്കുക. ഒക്കെ അങ്ങനെ കാണും തെണ്ടിപ്പാപ്പ. ഞാനിപ്പം മിഞ്ഞാന്ന് പിന്നെ വല്യല്ലിങ്ങല് സിയാർത്തിനായിട്ട് ചെന്ന് കാണാൻ രാത്രി ഒരു 10 മണിയൊക്കെ ആകണം. സിയാർത്ത് ചെയ്തുകൊണ്ട് യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫക്കീറായ ഒരു ചങ്ങായി, അവർ കാണാകപ്പാടെ മുഷിഞ്ഞ ഒരാൾ മക്ബറിൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എന്തൊക്കെയോ അവന് പറയുന്നുണ്ട്. ബാബാ 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 അതിങ്ങനെ പൊളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. കാരണം മനുഷ്യനാണ് മനുഷ്യനെ അറിയണമെങ്കിൽ, ഡാക്ടർ തിരിയണമെങ്കിൽ, ഒരു ഡാക്ടറാണോ അറിയണോനാണോ എന്നറിയണോ ഓൻ ആദ്യം ഡാക്ടർ ആവണം. ഓനെ കൊണ്ട് ഡാക്ടർ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനുഷ്യനാവണം മനുഷ്യനെ അറിയണമെങ്കിൽ. മനുഷ്യനാരാണ് തിരിയണോ? ഞാൻ മനുഷ്യനാണോ? അപ്പോഴേ മനുഷ്യനെ തിരിയുള്ളൂ. ബഹുമാനപ്പെട്ട ആലുവായി തങ്ങൾ ഇവിടെ പുന്നക്കാട് പള്ളി ചെന്നപ്പോ തനിക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി കൊടുത്തു. ആലുവായി തങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ട് മഹാനായ ആലുവായി തങ്ങൾ ആദ്യമായി ആൽസമലിയെ ബന്ധപ്പെടുന്ന ഉസ്താദാണ്. ആദ്യമായി ബന്ധപ്പെടുകയാണത്. വെള്ളം ചൂടാക്കി കൊടുത്തുകാണ്ട് മഹാൻ അവരുകൾ വെള്ളക്കായി ഇതൊക്കെ കുറഞ്ഞു കാണ്ടെല്ലാം പോയി കാണ്ട് ഒരു പരി പോയി കാണ്ട് കൊടുക്ക വാങ്ങി കുറഞ്ഞ് ഒരടുപ്പൊക്കെ മൂട്ടി കുറേ വിറക്കൊക്കെ പെറുക്കി കൊടുത്ത് വെള്ളം കൊടുത്ത് ചൂടാക്കി അവിടെ ഒരു തോർത്ത കൊണ്ട് കൊടുത്തുകൊണ്ട് വന്നു ആലുവായി തങ്ങളെടുത്ത്. ആലുവായി തങ്ങൾ പള്ളിയിൽ ഇവരൊക്കെ മുന്നിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. 1ാമത്തെ കുപ്പിൽ വലഭാഗത്ത് ആ മൂലക്കൽ കയറി മഹാനായ അലിയ സംസ്കാര മാമ്പായ അവരൊട്ടടക്കണ്ട അലിസം മോലിയാർ മുണ്ടുമായിട്ട് ബേക്കറി ഇങ്ങനെ ചെന്ന് അസ്സലാമു അലൈക്കും തിരിഞ്ഞു നോക്കിയില്ല. കുറച്ചു നേരം അങ്ങനെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഞാനേ കുറച്ച് വെള്ളം ചൂടാക്കിയിരിക്കണം. നിങ്ങളൊരു മനുഷ്യനാണല്ലോ, നിങ്ങൾക്ക് മനുഷ്യനായ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് റബ്ബിൻ്റെ അടുത്ത് വല്ലതും കിട്ടണ ഞാൻ ചൂടാക്കിയത് ആലസം. അതുകൊണ്ടേ ഒന്ന് വന്ന് കുളിച്ചണം തന്നു. ശ്രദ്ധ തന്നെയല്ല. സലാം ആണ് ഛർദ്ദിക്കില്ല, പറഞ്ഞിട്ട് ഛർദ്ദിക്കുക. ആലസമൂല്യരെ മുണ്ട് എടുക്കണം തിരിച്ചു പോന്നു. മുന്നിലാടെ കേറ്റടി ഉണ്ടെങ്കിൽ ആ കേറ്റടി വന്ന് ഇങ്ങനെ കുത്തുന്നു. കുറേ നേരം കുത്തുന്നു. പിന്നെയും ചെന്നു അസ്സലാമു അലൈക്കും വേഗം ചെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കണില്ല. അപ്പോഴും പറഞ്ഞു, ഞാനേ കുറച്ച് വെള്ളം ചൂടാക്കിയിരിക്കണം.
പുന്നക്കാട് അങ്ങാടിയിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒരു മനുഷ്യനെ ഇപ്പം മുമ്പിൽ കണ്ടിട്ടുള്ളൂ. ആലോചിച്ച് നോക്കിയ പുന്നക്കാട് അങ്ങാടി കൂടെ ഒരുപാട് മനുഷ്യന്മാർ നടക്കുന്നുണ്ട്. നമ്മളെ കാഴ്ചയില് ആലസമൂലിയാർ ഇപ്പം വന്ന ഈ ഒരൊറ്റ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ വെള്ളം ചൂടാക്കിയത് നിങ്ങളൊരു മനുഷ്യനാണ് വിചാരിച്ചിട്ടാ. ഈ മനുഷ്യനായി നിങ്ങൾക്ക് വല്ലതും ചെയ്ത് റബ്ബിൻ്റെ അടുക്കത്ത് വല്ലതും കിട്ടണം, അതിനുവേണ്ടി ചൂടാക്കിയതുകൊണ്ട് വന്ന കുളിക്കണേ രണ്ടാമതും അപേക്ഷിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. കുറച്ചു നേരം വന്ന് അത് കഴിഞ്ഞ് തെറ്റു പോന്നു. ഞമ്മക്കൊക്കെ എന്താ തോന്നുന്നറിയാം, രണ്ട് കാലുണ്ടായൊക്കെ മനുഷ്യന്മാരായി. മനുഷ്യനാവണം, മനുഷ്യനെ അറിയണമെങ്കിൽ ആരാ മനുഷ്യന്ന് തിരിയണോ മനുഷ്യനാണ് ആദ്യം നമ്മൾ. അതാണല്ലോ ഓർത്ത തങ്ങളെ ഞങ്ങളെ കുട്ടീനെ അല്ലാത്തൊരു മനുഷ്യരാക്കട്ടെ എന്ന് ഉമ്മ ചെന്നുകാണ്ട് ആദ്യം ചെന്ന് പറഞ്ഞു. കുട്ടീനെ കൊണ്ട് തങ്ങളാപ്പാൻ്റെ അടുത്താക്കിയാണ്ടേ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് ഓതാൻ കൊണ്ടാക്കിയതാ കുട്ടീനെ പഠിപ്പിച്ചാൻ വേണ്ടി, കുട്ടി അന്നാൻ വേണ്ടി. എന്നിട്ട് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് ദ്വാരക്കാൻ ചെന്ന് പറഞ്ഞു. ആദ്യത്തെ വട്ടം ഉമ്മ ചെന്ന് കണ്ട് കാണാൻ ചെന്നപ്പോൾ ദ്വാരക്കാൻ പറഞ്ഞ ദ്വാരക്കാൻ എന്താ നിങ്ങളെ കുട്ടീനെ മനുഷ്യനാക്കി തരട്ടെ എന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു നിങ്ങളെ കുട്ടിയെ മനുഷ്യനാക്കി തരട്ടെ എന്ന്. മൂന്നാമത്തെ തട്ടം ചെന്ന് ഉമ്മ പറഞ്ഞപ്പോഴും പറഞ്ഞു നിങ്ങളെ കുട്ടീനെ അള്ളാഹുത്തര മനുഷ്യനാക്കട്ടെ. ഉമ്മാക്കിത് മൂന്ന് വട്ടം ഇങ്ങനെ ദ്വാരുന്നപ്പോൾ ഉമ്മാക്ക് തോന്നി ദത്താപ്പൻ്റെ കുട്ടിയുടെ മനുഷ്യൻ്റെ കുട്ടിയല്ലേ, എന്താപ്പൻ്റെ കുട്ടിയുടെ മനുഷ്യൻ്റെ കുട്ടിയല്ലേ. അപ്പം ഉമ്മ അങ്ങനെ ചോദിച്ചു, പൊന്നാലെ തങ്ങൾ പാപ്പ എൻ്റെ കുട്ടിയുടെ മനുഷ്യൻ്റെ കുട്ടിയല്ലേ ചോദിച്ചു. അപ്പം തങ്ങൾ പാപ്പ പറഞ്ഞു അതിന് മറുപടി നിങ്ങളെ കുട്ടി തന്നെ പറഞ്ഞോളുന്നു. പിറ്റത്തെ വെള്ളിയാഴ്ച തങ്ങൾ പാപ്പാൻ്റെ ചെരുപ്പ് വലത്തെ കാലിൻ്റെ ചെരുപ്പ് ഇടത്തെ കാലിനും ഇടത്തെ കാലിൻ്റെ ചെരുപ്പ് വലത്തെ കാലിനും ഇട്ടുകാണ്ട് തിരുരങ്ങാടി പള്ളിക്ക് ജുമാക്കറിനയച്ചു. ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് ബാങ്ക് കൊടുത്താണെന്ന് അറിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടീനെ പറഞ്ഞയച്ചത്. പള്ളിൻ്റെ വാതിൽക്ക പോയിട്ട് ആ ചെരുപ്പമ്മ ചവിട്ടിങ്ങനെ നിന്നുകാണ്ട് പള്ളിൻ്റെ ഉള്ളിൽ നോക്കാൻ പറഞ്ഞു. തിരുരങ്ങാടി പള്ളിക്കാട് കുട്ടി ചെരുപ്പമ്മ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഇതേ സംഭവം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോടും ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയത് കാണാം. ഞാനതൊന്നും വിശദീകരിക്കാൻ നിൽക്കണില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ തലയിലും തട്ടെടുത്ത് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ കാട്ടിക്കൊടുത്തത് കാണാം. റസൂലുള്ളാഹിന്റെ തട്ട ആയിഷാവിൻ്റെ തലയിട്ട് കൊടുത്തു. ആ മഹാന്മാര് തൊട്ടീമ തൊട്ടാൽ ഒരുപാട് ബർക്കത്തുണ്ടാവും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളെ കാണാം. മഹാനായ തങ്ങൾ പാപ്പാക്കി കൊടുത്ത ചെരുപ്പം അങ്ങനെ ചവിട്ടിങ്ങനെ നോക്കുമ്പോൾ പള്ളിൻ്റെ ഉള്ളിലുള്ള മുഴുവനും കുരങ്ങന്മാരാ. മൂട്ടിലൊരു വാലുണ്ട് എല്ലാത്തിനും, 4 കാലും മൂട്ടിലൊരു വാലും. അത്ഭുതം, 2 മനുഷ്യന്മാരുണ്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കണത്. ഒന്നാമത്തെ ഔത്തേ പള്ളിൻ്റെ ഉള്ളിൽ 2 മനുഷ്യന്മാരുണ്ട്, ബാക്കി മുഴുവനും. അപ്പൊ യഥാർത്ഥ രൂപണ് കണ്ടു. ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ രൂപം കണ്ടത് ആരാവിടെ ലോകത്ത്? ആരും കണ്ടിട്ടില്ല. അതാണല്ലോ ത്വാഹ റസൂലുള്ളാഹിന്റെ മഹാനായ ത്വാഹ എന്നത് ഖുർആനിൽ കാണാം. എൻ്റെ പരിഭാഷയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയ എന്താ? അല്ലാഹു അഅലം ബി മുറാദി. എത്താണ് അള്ളാഹ്ക്കേ തിരിയുള്ളൂ. എന്താണ് ഈ ത്വാഹ എന്ന് അള്ളാഹ്ക്കേ തിരിയുള്ളൂ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപം കണ്ടത് ആർക്കും കഴിഞ്ഞിട്ടില്ല. കാണണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധം പിടിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളെ മുന്നിൽ ആദരവായ നബി തങ്ങൾ അപ്പം തന്നെ പറഞ്ഞു, സിദ്ദീഖേ, കാണാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ടവരെ നമ്മളൊക്കെ മൗലൂദല്ലേ,
അന്ത ശംസും അന്ത ബദറും അന്ത നൂറും ഫൗഖ നൂരി അന്ത ഇക്സീറും വവാലി അന്ത മിസ്ബാഹുസ് സുദൂരി. അങ്ങ് സബഹാനായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പറ്റി അങ്ങ് സൂര്യനാണ് അല്ല, ചന്ദ്രനാണ് അല്ല, അതിനോടൊന്നും ഉപമിക്കാൻ കഴിയുകയില്ല. അന്ത ഇക്സീറുൻ നബിയേ, ഏത് കരുമ്പാറന്റെ കൊട്ടാണെങ്കിലും ഏത് കരുമ്പാറക്കെട്ടാണെങ്കിലും ആ കരുമ്പാറയെ പോലും കീറിക്കടക്കുന്ന പ്രകാശമാണ് അങ്ങ് നബിയേ. ആ കാണുന്ന പ്രകാശത്തിൻ്റെ അവിടെ കാണുന്നത് ഗ്ലാസ്സാണ് പുറത്ത് വെച്ചിട്ട്. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി ആ ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാ ബൾബ് കത്തുന്നത്. അതിൻ്റെ ബാക്കിലുള്ള പുറത്തുള്ളത് ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് കീറി കടന്നുകൊണ്ടാണ് വരുന്നത്. നേരെ മറിച്ച് അവിടെ ഒരു ചട്ടേ കരുകല്ലോ കൊണ്ടുവച്ചാൽ ഇങ്ങോട്ട് കാണൂല, ഇരുട്ടാവും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കരിങ്കല്ലല്ല, ഭൂമി ഒന്നായിട്ട് വെച്ചാലും മറയാവുകയില്ല. ആ ജാതി പ്രകാശത്തിന്റെ കൂടാരമാണ് റസൂലുള്ളാഹ്. അക്ക മിസ്കാത്തിൻ, മിസ്കാത്താണ് നബി അങ്ങ്. ലൈറ്റ് ഹൗസ് എന്ന് ഖുർആൻ പറഞ്ഞ പ്രകാശമാണ് ആദരവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പിന്നെ കാണാൻ കഴിയുമോ? സൂര്യനെ തന്നെ കാണാൻ കഴിയാത്ത നമ്മളെ കണ്ണിനെങ്ങനെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയുക? എങ്ങനെ കാണുക? ഇപ്പൊ റസൂലുള്ളാഹിന്റെ തനതായ രൂപം കാണാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സഹോദര, അങ്ങനത്തെ സാധന ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതൊക്കെ ദിക്ർ കൊണ്ട് പോലൊക്കെ പണിയെടുത്തിട്ട് കിട്ടിയതാ, അത് വെറുതെ കിട്ടിയതല്ല. നല്ലോണം റബ്ബിനെ മുന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. 40 കൊല്ലം രാത്രി ഇശാ നിസ്കരിച്ചതായ അതുകൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. വെറും ഈശാത്തോളോദോരോളുവാലേ, നരവേറും ഈശാത്തോളോദോരോളുവാലേ, 40 ഇറ്റാണ്ടോളം സുബഹി തോളുദോവർ. രാത്രി നിസ്കരിച്ചതായ ഒതുമായി സുബൈ വരെ റബ്ബിനിക്ക് ഇബാദത്ത് ചെയ്ത് ഉറങ്ങാതെ ആ ഒതു മുറിയാതെ സുബൈ നിസ്കരിച്ച മഹാനാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള്. പ്രിയപ്പെട്ട സഹോദര, 40 കൊല്ലം ഒന്നല്ല രണ്ടല്ല, 40 കൊല്ലം സുസംസ്കരിച്ചുകൊണ്ട് സുബൈ വരെ ഇബാദത്തിലും ദിക്റിലുമായി കഴിച്ചുകൂട്ടിയ മഹാനാണ് ഗൗസുൽ ആലം. ആ ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഇവിടെ നിൽക്കട്ടെ, നിൽക്കോടെ, ഓർക്കൊരു പേടിയില്ലാന്ന്. അത് തന്നെയല്ല അല്ലാഹുവിന് പേടിയില്ല. പെണ്ണുങ്ങൾ മഹാനായ ആലുവായി തങ്ങൾ അങ്ങനെ ചെന്ന് ചുരുക്കി പറയാ, ടിക്കറ്റ് കിട്ടിയില്ല, തിരിച്ചുകൊണ്ട് പോന്നു. ഇന്നിപ്പോൾ ജുമാഅത്തല്ല, അന്ന് അവിടെ അങ്ങാടിയിൽ തിരുനാവായ അങ്ങാടിയിൽ എടക്കുളത്ത് അങ്ങാടിയിൽ, തിരുനാവായല്ല എടക്കുളം അങ്ങാടിയിൽ ഒരു നിസ്കാര പള്ളിയാണുള്ളത്. ഞാൻ അവിടെ ദിവസം കാലത്ത് നിസ്കാര പള്ളി തന്നെയാണ് അവിടെ നിങ്ങൾ ഓതിയിട്ടില്ല. എടക്കുളത്ത് ഇല്ല. ആ എടക്കുളത്തുള്ള നിസ്കാര പള്ളിയിൽ, ആ അങ്ങാടിയിലുള്ള നിസ്കാര പള്ളിയിൽ വന്നുകൊണ്ടാണ് ആലുവായി തങ്ങൾ കുത്തിരുന്നത്. അവിടുന്ന് നേരെ വന്നു, ടിക്കറ്റ് ഇട്ടാതെ പള്ളിയിൽ വന്നു. അതുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച് ദുലാക്ക് മിനിറ്റ് ഇങ്ങനെ കുത്തിരിക്കുക. വണ്ടി വന്നു, അവിടെയാണ് നിന്നു. സ്റ്റേഷൻ കഴിയണത് വരെയാണ് പോയി. സ്റ്റേഷൻ കഴിഞ്ഞ് അവിടെയാണ് നിന്നു, വണ്ടിയാണ് നിന്നു. അതിൻ്റെ ദബാനിയാക്കളൊക്കെ പാടട്ടെ പഴക്കം കത്തിച്ചിട്ട് പാദീസും കത്തിച്ച് പാച്ചിൽ തുടങ്ങി. കുറേ ടോർച്ച് അടിച്ചിട്ടും മറ്റതടിച്ചിട്ടും. പക്ഷെ
എന്താ അത് പ്രശ്നം? യാതൊരു കൊടുത്തിട്ടില്ല. വണ്ടിക്കൊരു കേടും കാണില്ല, വണ്ടി ഇട്ട് പോകില്ല. അവസാനം ശുയിപ്പായി. അപ്പൊ അന്ന് അവിടെ ഇടക്കൊളത്താൻ ഒരാളുടെ അവിടെ ഗേറ്റ് അടച്ചു കൊടുക്കണേ, റോട്ടിന് ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് അടച്ചു കൊടുക്കുന്ന ഒരാളുണ്ട് അവിടെ. മൂപ്പർ ഓടിച്ചെന്ന് കാണ്ട് പറഞ്ഞു, അവിടെ നമ്മളെ ഇവിടെ ഒരാൾ വന്ന് നേരത്തെ ടിക്കറ്റും ചോദിച്ചു. അയാളൊരു സാധാരണക്കാരനല്ല എന്ന് വെച്ച് തോന്നുന്നത്. എന്നാ എവിടെ അയാളെ പോയി നോക്കി അറിഞ്ഞ് തെരഞ്ഞു പിടിച്ച് നോക്കുമ്പോൾ പള്ളീൻ്റെ ഉള്ളിലാണ്. ആ ബാണ്ടൊക്കെ പാടെ അവിടെ വെച്ചാണ് മൂപ്പര് നിക്കരിച്ച് അവിടെ കുത്തിരിക്കുക ഇവരൊക്കെ മുന്നിട്ട്. മൊലിയെ വണ്ടി വന്നിക്കണല്ലോ, നിങ്ങളെ കാത്തുക്കുണ്ട് പറഞ്ഞു. ഈ ഗേറ്റ് അടക്കണ കാക്ക എന്നുകാണ്ട് പറഞ്ഞ് വണ്ടി വന്നു നിങ്ങളെ കാത്തുക്കുണ്ട്. വണ്ടി വന്നോ ചോദിച്ചു. മൂപ്പര് ആ ബാണ്ടൊക്കെ അടുത്ത് പോയി വണ്ടിയിലാണ് കയറി, വണ്ടിയാണ് പോയി. ചാട്ടാക്കട്ടിയൊന്നുമില്ല, വണ്ടിയാണ് പോയി. ഇത് ചടക്കുളത്ത് കാണുന്നതാ, പോയി ചോദിച്ചു നോക്കി നിങ്ങൾ. ഇത് KP അബ്ദുള്ള വെറുതെ പറയല്ല. ഓൾക്ക് വണ്ടി നിൽക്കണോ വണ്ടി നിൽക്കും, സൂര്യൻ നിൽക്കണോ സൂര്യനും നിൽക്കും, ഉദിക്കണോ ഉദിക്കും ചോദിച്ചു. കണ്ടുകൾ ഉമർക്കാവി തങ്ങൾ, മഹാനായ വെളിയങ്കാട് ഉമർക്കാവി തങ്ങൾ എന്ന് പറഞ്ഞ കഥ. മഹാനവറുകൾ തൻ്റെ അവിടെ പിന്നെ വെളിയങ്കോടുള്ള കാരണന്മാരെയും കൂട്ടി മാസം നോക്കാൻ പോയി. റമദാൻ മാസേ നോക്കാൻ പോയി. എവിടുക്കാ പോയത്? കടൽക്കാരി പോയി കണ്ട് മാസം നോക്കിയിട്ട് മാസം കണ്ടില്ല. മാസം വെച്ചിട്ട് നേരെ കഴിഞ്ഞു, മാസം കണ്ടില്ല. ഉമർകാവി തങ്ങൾ ആ മണലിലാണ് കുത്തിരുന്നു. പടിഞ്ഞാണ് കുത്തിരുന്നിട്ട് പറഞ്ഞു, ഉമർ വന്നത് കമറ് കാണാനാണ്, കമറ് കണ്ടല്ലാതെ ഉമർ പോവില്ല. KP അബ്ദുള്ള കുത്തിരുന്ന അന്നുണ്ടാവും ചെതലാണ് കുടിച്ചിട്ട്. ആ ഇരുത്താണ് ഇരുന്നാലേ അബ്ദുള്ള കുത്തിരുന്ന ആ ചതുര പിടിച്ചേണ്ടി വരും. ഉമർകാദി കുത്തിരുന്ന എന്തിനാ? ഉമർകാദി പറഞ്ഞത് ഞാൻ ഇവിടെ വന്നത് കമറ് കാണാനാ, കമറ് കണ്ടല്ലാതെ ഉമർ പോവില്ല. ഉദിച്ചു മാസാണ്ട് ഉദിച്ചു. ഉമർകാദി തങ്ങൾ പറഞ്ഞു, മാസം ഉദിച്ചതേ ഉമറിന് വേണ്ടിയാട്ടൊക്കെ നോൽപ്പൊൽക്കാനല്ല, നിങ്ങൾക്ക് നോൻപോൽക്കാനല്ല. ഇത് വെളിയങ്കോട് നടന്നതാ, കുറെ അപ്പുറത്തേക്കൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ നടന്ന് തന്നെ ഈ മലപ്പുറം ജില്ലയിൽ നടന്ന് തന്നെ എണ്ണി പറയുന്നത് നേരെ വെളുക്കോളം പറയാൻ കഴിയുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നടന്ന് തന്നെ മതിയെന്ന് അള്ളാൻ്റെ ഔലിയാക്കന്മാരെ അതിന് നന്നാക്കി ചെല്ലിക്കോ. ദിക്റ് അതബോടുകൂടെ ചെല്ലിക്കോ, നല്ല ഈമാനോടുകൂടെ ചെല്ലിക്കോ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്ത് അട്ടി അടി നിരക്കും. ദിക്റാണ്, ദിക്റാണ്. നിസ്കാരാവണം, ഖുർആനോദലാവണം. നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് ഇജാബത്തുണ്ട്. ഹബീബായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ നമ്മൾ കിട്ടാത്തോലിയാരെ കിട്ടാത്ത നിക്കച്ചിട്ടില്ല, അതന്നെ നിക്കച്ചിട്ടില്ല. ശരിക്കാണ് നിക്കരിച്ചാൽ പറഞ്ഞു നോക്കിയാ കേൾക്കുവാണ്ട് റബ്ബ് പറഞ്ഞത് സത്യ. അതിൽ രണ്ടാം കയ്യില്ല. ദിക്റിന്റെ സാസന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ട്, ശരിയാ. ദിക്റാവണം. അല്ലാഹ് എന്ന പദം ഉച്ചരിക്കുന്ന സമയത്ത് നാവ് പല്ലിൽ തട്ടാൻ പാടില്ല. അല്ലാഹ് പല്ല് തട്ടാൻ പാടില്ല. കാരണം അല്ലാഹ് ലാദു അല്ല, ലാവു അല്ല, ലാമാണത്. ലാമ് അല്ലാഹ് എന്നതിലുള്ള ലാമാണ്. ഈ ലാമ് ഒഴിയുമ്പോൾ ലാ എന്ന് പറയുമ്പോൾ നാവ് പല്ല് തട്ടൂല. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാന കാലം ഖിയാമത്ത് നാൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹ് എന്ന് പറയുന്ന ഒരാള് ലോകത്തുണ്ടാവുകയില്ല. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തില് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി കാണാം, അല്ലാഹ് പറയണോൽ ഒരുപാടുണ്ടാവും, പക്ഷേ യഥാർത്ഥത്തിൽ അത് അല്ലാഹ് എന്ന പദം ഉപയോഗിക്കലാവുകയില്ല. ലാമ് എന്ന് രണ്ട് ലാമ് തഫ്രീമാക്കിയ ലാമാണ്. ആ ലാമ് ഒഴിയുന്ന സമയത്ത് നാവ് പല്ലിൽ തട്ടാൻ പാടില്ല. അപ്പൊ യഥാർത്ഥ ദിക്റാവണോ?
ദിക്റ് ചെല്ലും പോലെ ചെല്ലണം, നിസ്കരിക്കും പോലെ നിസ്കരിക്കണം. എന്നിട്ട് ദുആ ചെയ്താൽ രണ്ടാം കൈയില്ല. മൂന്ന് അനക്കം വന്നാൽ നിൽക്കാനും പാത്തില്ല. മൂല്യമാരോട് ചോദിച്ചു നോക്കി നിങ്ങൾ. ഞാൻ വിവരം കുറഞ്ഞ ആളാ, എന്നാലും കുറച്ചൊക്കെ അങ്ങനെ വീടുള്ളോട് പറയാത്തുള്ളൂ, കുറച്ച് വീടുള്ളതൊക്കെ. ഇതാണ് മൂല്യമാരി കുത്തിക്കുന്നത്. ചോദിച്ചു നോക്കി. 3 അനക്കം വന്നാൽ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തിലായ നിസ്കാരവുമായി ബന്ധപ്പെടൽ ഹറാമാണ്. നോക്ക്, നല്ല മനസ്സിലായിക്കോട്ടോ. 3 അനക്കം വന്നാൽ നിസ്കാരം ബാത്തിലാണ്. ബാത്തിലായ ഇബാദത്തുമായി ബന്ധപ്പെടൽ ഹറാമാണ്. ഇപ്പൊ നിസ്കാരം എന്തായി? ഹറാമായി. അതിന് 3 അനക്കം എന്ന് പറഞ്ഞാൽ കയ്യെന്നിങ്ങനെ പൊന്തിച്ചാണ്, താടി അങ്ങനെ പൊടിച്ചു വെച്ചാൽ 3 അനക്കായി. കാരണം ബാത്തിലായി. കയ്യങ്ങനെ ഞങ്ങൾ തെക്കുവരായിട്ട് കൊടുത്തേ, കജ്ജിങ്ങനെ പൊന്തിച്ചാണിങ്ങാണ് മാന്തികാണിങ്ങനെ കജ്ജികൾ കൊടുത്താൽ നിസ്കാരം ബാത്തിലായി. സമീഅ അല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറഞ്ഞ് കജ്ജിങ്ങനെ 2 ആട്ടിലാക്കിയ കർമ്മത്തിലായി. കജ്ജിങ്ങനെ ഇട്ടുകാണ്ടേ 2 ആട്ടിൽ ഇങ്ങനെ ആട്ടിയ കർമ്മത്തിലായി. പിന്നെ ഈ ബാത്തിലായ നിസ്കാരത്തിൽ ഹറാമല്ലേ? ഇപ്പൊ ഈ നിസ്കാരത്തിന്റെ വിധി എന്തായി? പിന്നെ ഈ നിസ്കാരത്തിക്കാണ് നമ്മൾ വരക്കുന്നത്. പിന്നെ ഉടനെ കഴിക്കില്ല, പോടാ എന്ന് പറഞ്ഞാൽ ആ 3 കണ്ടിട്ടില്ലേ? റബ്ബായതുകൊണ്ട് അടിച്ചിട്ടില്ല. കാലിക്കായ റബ്ബ് റഹീമായതുകൊണ്ട് അടിച്ചിട്ടില്ല. അല്ലെ കിട്ടും അടി. ആരായി കച്ചാക്ക് നിൽക്കാതെ കച്ചിക്കണത് പിന്നെ ചോദിച്ചു നോക്കുവോ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്താണ്ടെങ്കിൽ ഒരു കാവിൽ നിന്നിട്ടോ രൂഹത്തം തീർത്തോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഇതൊരു ദിവസമൊന്നും അല്ലട്ടാ, ഒരു ദിവസം ചെയ്തതല്ലത്, കൊല്ലങ്ങളോളം ചെയ്തതാ. ഇശാ നിസ്കാരാണ് കഴിഞ്ഞാണ്ട് മുസാഫും പിടിച്ചോടാണ് നിന്നാൽ ഒരു കുറ്റി അടിച്ചിരുന്നു ചുമരുമലിരുന്ന ആ കുറ്റിമങ്ങനെ പിടിച്ചിട്ട് ഒറ്റക്കാൽ വന്നാണ് ഉറക്കരീനേ. എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഓതി അങ്ങനെ നേരം വെളുക്കോളം ഓതുക. ഹത്താണ് തീർത്തിട്ടേ ഉറങ്ങുള്ളൂ. നമ്മളൊരു ചോദ്യം ഒരു ദിവസം ഓരൊക്കെ നന്നാക്കി പണിയെടുത്തിക്കണ്. ഇങ്ങോട്ട് തന്നെയാണ് നേടിയത്. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖാലിഖായ റബ്ബിനോട് എന്ത് പറഞ്ഞോ പറഞ്ഞതാണ് കേൾക്കും, പറഞ്ഞത് കേൾക്കും. അത് പറഞ്ഞ് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞത്, റബ്ബ് കൊടുത്ത ടൈറ്റലാ അലാ എന്ന പദം ആദ്യം ഉദ്ദേശിച്ചിട്ട് അല്ല പറഞ്ഞു അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിലേക്ക് അടുത്തോ, ഖാലിഖായ റബ്ബിലേക്ക് ദിക്ർ കൊണ്ടടുത്തോ. അല്ല തന്ന നാക്കാണ്, അല്ല തന്ന കാതാണ്, അല്ല തന്ന കയ്യാണ്, അല്ല തന്ന കൽബാണ്, അല്ല തന്ന കലയാണ്. മുഴുവനും റബ്ബിൻ്റെതാണ്. ആഫിയത്ത് റബ്ബിൻ്റെ കയ്യിലാണ്. KP അബ്ദുള്ള ഈ സമയത്ത് 72 വയസ്സ് കഴിഞ്ഞ ഈ സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കാന്നുള്ള കഴിവ് തന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, റബ്ബിലേക്ക് അടുത്തോ, ഖാലിഖായ റബ്ബിലേക്ക് അടുത്തോ, ദിക്ർ കൊണ്ട് ഒഴുകിക്കോ, ദിക്ർ നന്നാക്കി ചൊല്ലിക്കോ.
അല്ലാ എന്ന ദിക്റിനെ അധികരിപ്പിച്ചോ, എന്നാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും കേട്ടോ. ദിക്റിന്റെ സദസ്സ് ധന്യമാക്കിക്കോ. നല്ല രീതിയിൽ ദിക്റിന്റെ സദസ്സിലേക്ക് കയറി വന്ന് നന്നാക്കി ഇരുന്നു കൊണ്ട് ഇഖ്ലാസോടുകൂടെ ദിക്റ് ചൊല്ലി ഖാലിഖായ റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്റ് ചൊല്ലണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഉണർത്തുകയാണ്. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ മഹാനായ ഖാജ തങ്ങള്, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങള്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മടവൂര് തങ്ങള്, ഓരൊക്കെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ഇവിടെ നമ്മളെ നാദാപുരം അടുത്തൊരു മോലിയാരുണ്ടായിരുന്നു, മൂസോലിയാർ എന്നാ പല പേര്. ആ മൂസോലിയാർക്ക് 4 മക്കളുണ്ടായി, 4 പെൺകുട്ടികളാണ്. 5ാമത്തെ കുട്ടിനെ ഗർഭം ധരിച്ച് 6 മാസം കഴിഞ്ഞതിന് ശേഷം ആലുവായി തങ്ങളെടുത്ത് എന്ന് പറഞ്ഞു, എൻ്റെ കുട്ടിഞ്ഞ് 5ാമത്തെ കുട്ടി അത് ആൺകുട്ടിയാവാൻ വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്യണമെന്ന്. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം ഗർഭിണിയായ തൻ്റെ പെണ്ണിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുള്ള കുട്ടി ആൺകുട്ടിയാവാൻ ദുആ ചെയ്യണമെന്ന് ആലുവായി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോ ആലുവായി തങ്ങൾ പറഞ്ഞു, അതും പെൺകുട്ടിയാണടോ, അതും പെൺകുട്ടി തന്നെയാ, എന്നോടൊരു കഴിവില്ല. പെൺകുട്ടിയായ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞു, എന്നെ കൊണ്ടൊന്നും കഴിയൂല. അപ്പം മൂസോലിയാർ ഇങ്ങനെ കണ്ണീർ ഒളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിരുന്നപ്പോൾ, നിങ്ങൾക്ക് അങ്ങനെ വലിയ ബേജാറുണ്ടെങ്കിലേ പിന്നെ കോഴിക്കോടുണ്ട് ഒരു അബൂബക്കർ വലിയാർ, മടവൂർ അബൂബക്കർ വലിയാർ, അവിടെ പോയിക്കോളി. മൂപ്പരോട് പറഞ്ഞ് മൂപ്പരത് കേട്ട് കിട്ടിയാൽ രക്ഷപ്പെടും കേട്ടോ. മൂപ്പരടുത്ത് പോയി പറഞ്ഞാണ് മൂപ്പര് കേട്ടാ രക്ഷപ്പെടുന്നു. 6 മാസം കഴിഞ്ഞ ആണും പെണ്ണും കൂടി തിരിഞ്ഞില്ലേ, റൂഹുദൽ കഴിഞ്ഞില്ലേ. പിന്നെ ഇനിയിപ്പോൾ റൂഹുദൽ കഴിഞ്ഞ കുട്ടിനെ പെൺകുട്ടിനെ ആണാക്കി മറിച്ചണ്ടേ. എന്നോട് കഴിയൂല എന്നാ പറഞ്ഞു ആലുവായി തങ്ങള്. മൂസോലിയാർ നേരെ ഓടി വന്നു, മടവൂർ തങ്ങളെടുത്തി വന്നു. അബൂബക്കർ നവ്വർ അല്ലാഹു മർക്കദ, ഓലൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഭാര്യ മക്കളെയും പേരമക്കളെയും അല്ലാഹു തആല സലാമത്താക്കട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ, അപകടങ്ങളെ തൊട്ട് കാക്കട്ടെ. സിഹ്റ്, കണ്ണേറ് പോലുള്ള എല്ലാവിധ ഷർറുകളും ഖാലിഖായ റബ്ബേ തട്ടി നീക്ക് അല്ലാ. നിന്റെ മഹാന്മാരെ ഹക്ക് കൊണ്ട് തട്ടി മാറ്റുക അല്ലാ. ആഫിയത്ത് കൊണ്ട് അല്ലാ, മാനം കെടുക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ. മടവൂര് തങ്ങളെടുത്ത് കണ്ണീർ ഒൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, 4 കുട്ടികൾ പെൺകുട്ടികളാണ്, 5ാമത്തെ ഗർഭം ധരിച്ചിക്കണ്, ആ കുട്ടി ആൺകുട്ടിയാണ്, ഇവിടുന്ന് ദ്വാരിക്കണം എന്ന് പറഞ്ഞു. മടവൂർ തങ്ങൾ ഇങ്ങനെ തീർച്ചയായും നീച്ചു കുത്തിരുന്ന് കടക്കണോടത്തേ, അത് പെൺകുട്ടിയാണ്, ആട്ടെ എടോ ആ കുട്ടിനെ അബൂബക്കർ ആണാക്കിട്ടോ, ആ കുട്ടിനെ അബൂബക്കർ ആണാക്കിട്ടോ, അബൂബക്കർ ആണാക്കിട്ടോ. മുസ്ലിം അപ്പോഴാച്ച തീർപ്പസമാൻ വന്നത്. ഏതായാലും കുട്ടി പ്രസവിച്ചപ്പോൾ ആ കുട്ടിയാണ്. ഓക്കെ, പെൺകുട്ടിനെ ആണാക്കിന്ന്. ഇതിനൊക്കെ ഉള്ള അധികാരം അവർക്ക് റബ്ബാൻ കൊടുത്തതാ. നിലയെ കൊടുപ്പാനും നിലയെ കളവാനും നായന്നവർക്കാനോ വാദം കൊടുത്തോവർ. ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി തആല വെറുതെ പറഞ്ഞു എന്നല്ല ഒന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് നല്ല രീതിയിൽ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പറ്റണ മാസമാണ് പരിശുദ്ധ റമദാൻ മാസം, ശഅബാൻ മാസം, റമദാൻ മാസം. റമദാൻ മാസം നമ്മളുണ്ടാവുമ്പോൾ നമ്മളെ റൂഹ് അരശിക്കൂടെ ഇങ്ങനെ പാറണം. റമദാൻ ആകുമ്പോക്കരേ റജബിലും ശഅബാനിലും റബ്ബിലേക്കാണ്ട് എടുത്തിട്ട് റമദാൻ മാസം സയ്യത്തുൽ ഖദറിന്റെ രാവിലെ വരുമ്പോക്കിന് മഹാന്മാരായ മലായിക്കത്തുമായി കണ്ട് സലാം പറഞ്ഞു. അർശിലൂടെ പാറിക്കളിക്കുന്ന റൂഹ് നമ്മുടെ റൂഹിന് സ്ഥാനം കിട്ടണം റബ്ബേ. ഖാലിഖേ സഹായിക്കണേ അല്ലാ. ഞങ്ങൾ പാപങ്ങളാണ് അല്ലാ, ഇൽമില്ലാത്തവരാണ് അല്ലാ,
ഇബാദത്തില്ലാത്തവരാണ് അല്ലാ, ചോദിക്കാൻ അർഹതയില്ലാത്തവരാണ് അല്ലാ. ഖാലിഖ്, നീയല്ലാത്തവർ റബ്ബിനോട് ചോദിക്കാൻ ഞങ്ങൾക്ക് അകയില്ലല്ലോ അല്ലാ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഒരാളെ നമ്മൾ നിസ്സാരപ്പെടുത്താനോ മറ്റോ പോകരുതിട്ടോ. അതൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കണില്ലപ്പോൾ. ഒരാളെ പറ്റി കുറേ ആൾ വണ്ണം വെച്ചുകൊണ്ടെങ്കിൽ അത് വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരാൾ നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. ഇമാമുൽ അർമൈനി റഹിമഹുല്ലാഹു തആല തങ്ങൾ വലിയ മഹാനാണല്ലോ. ഇമാമുൽ അർമൈനി വലിയ മഹാനാണ്, പണ്ഡിതനാണ്. ദിവസം നടത്തിക്കൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ 3 തെണ്ടിപ്പാപ്പ പള്ളിൻ്റെ അടുക്കൂടെ ഇങ്ങനെ നടന്നുപോയി. 3 തെണ്ടിപ്പാപ്പയാണ്. ഒരു പാണ്ടുണ്ട്, ഒരു മാറാപ്പും കൂടെ ഉണ്ട് തോളിൽ. അതുമായിട്ട് ഇങ്ങനെ തെണ്ടിങ്ങനെ പോകുന്നുണ്ട് 3 ആള്. ഇമാമുൽ അർമൈനി തങ്ങൾ ഇരിക്കുന്നവർത്തിരുന്നാണ് മുമ്പ് ഒരു മനസ്സിൽ കരുതി, പറഞ്ഞിട്ടൊന്നുമില്ല കുട്ടികളോട്ടോ, ദർസ് നടത്തി കൊടുക്കുക. കുട്ടികൾ മുന്നിലുണ്ട്, വലിയ വലിയ ശിഷ്യന്മാർ മുന്നിൽ കുത്തിരിക്കുന്നുണ്ട്. ഇമാമുൽ അർമൈനി മഹാനായ പണ്ഡിതനാ, അറിയപ്പെട്ട മഹാനാ. മൂപ്പർക്ക് മനസ്സിലിങ്ങനെ തോന്നി, ഈ ജാതി തെണ്ടി അടക്കട കൗമ് ഇവരെ കൊണ്ടാണ് ഞമ്മക്ക് മാനക്കേട്, ഈ സമുദായത്തിന് മാനക്കേട് ബലാണ് എന്ന് മനസ്സിൽ കരുതിപ്പോയി. ആണ് നടന്നു പോയ ഈ ഫക്കീറന്മാർ അവിടുന്ന് തിരിച്ചും കിട്ടുന്ന വന്നു. നേരെ വന്ന് ഒതുണ്ടാക്കിയിട്ട് പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വന്ന് കുത്തിരിച്ചാണ് മൂപ്പര മുന്നേ അവിടെ കുത്തിട്ടുണ്ട്. ദർസ് കഴിയുന്നവരാടെ ഇരുന്ന് ദർസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയതിന് ശേഷം ചോദിച്ചു, അതൊരു സംശയം ചോദിക്കാണ്ടേ നീയർ എന്താണ്? ഒന്നുമല്ല, രാവിലെ വന്ന് പള്ളിയിൽ വന്ന് ജനാബത്തോടു കൂടെ ഇമാമത്തൊന്നു ജനങ്ങൾക്ക്, ഇങ്ങോട്ട് പള്ളിയിലിരുന്നു ജനാബത്തോടു കൂടെ, ഇങ്ങോട്ട് അന്യ മനുഷ്യന്മാരെ ഈബത്തും പറഞ്ഞു. ഈ മനുഷ്യൻ്റെ വിധി എന്താന്ന ചോദ്യം. ഈ വന്ന ഫക്കീറന്മാരോടുന്ന് ഒരു ഫക്കീറ ചോദിച്ചു, എന്താ ചോദ്യം? വന്ന് ജനങ്ങൾക്ക് ഇമാമത്തും ജനാബത്തോടു കൂടെയാണ് ഇമാമത്തുനിന്ന് സുബൈക്കരിച്ചത്. അത് കഴിഞ്ഞ് പള്ളിയിൽ കുത്തുന്നു ജനാബത്തോടു കൂടെ. എന്നിട്ട് അന്യരെ ഗീബത്തും പറഞ്ഞു കൊടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ വിധി എന്താ? ഇമാമുൽ അർമൈനി തങ്ങൾ ഇരിക്കുന്നിടത്താണ് നെട്ടിയിട്ട് അവിടെ ഇരുന്നങ്ങ് കരഞ്ഞു. അപ്പോഴാണ് ബോധം വന്നത്, ഞാൻ സുബൈക്ക് കുളിച്ചിട്ടില്ല, ജനാബത്തോടു കൂടെയാണ് സുബഹിസ്കരിച്ചത്, പള്ളിയിരിക്കുന്ന ജനാബത്തോടു കൂടെയാണ്. ഈ ഫക്കീറന്മാരെ പറ്റി പറഞ്ഞത് ഗീബത്താണ്. അതാണ് ആ ചോദ്യം ചോദിച്ച ചോദ്യം കേട്ടോ. ഈ പോണ ആൾക്കാരാരാ? ഈ പോണ ഫക്കീറന്മാരാരാ? ഇമാമുൽ അർമൈനി ആ കുരുത്താടി ഇരുന്നതാ. പിന്നെ ഒരു മഖ്ലൂക്കിനെ പറ്റിയാണ് പറഞ്ഞില്ല. പിന്നെ മഹാന്മാരായ ഔലിയാക്കളെ പറ്റി മദ്ഹ് പറഞ്ഞിട്ട് എത്രയാണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ രൂപത്തിലായിരുന്നു മഹാനായ ഇമാമുൽ അർമൈനി തങ്ങൾ. ആദ്യം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. റഹ്മാനായ റബ്ബ് ഹിദായത്തിൻ്റെ മാർഗ്ഗം നൽകിയതാണ്. അള്ളാഹ് നന്നാക്കാൻ കരുതിയ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ പണിയൊക്കെ വെച്ചു. ഒറ്റ സെക്കൻഡ് മതി അള്ളാഹ് നന്നാക്കാൻ കരുതി. അള്ളാഹ് നന്നാക്കി തട്ടെ നമ്മളൊക്കെ. അപ്പം അതുകൊണ്ട് ഒരാളെ പറ്റി വേണ്ടാത്ത വിചാരം ഉണ്ടായിരുന്നു. ഒരാളെ പറ്റി വിചാരിക്കണ്ട, നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുക, ദിക്റോടുകൂടെ ജീവിക്കുക, ദിക്റോടുകൂടെ അള്ളാഹുവിൻ്റെ ദിക്റോടുകൂടെ ജീവിക്കുക. എപ്പോഴും ഒഴിവുള്ള നേരത്തൊക്കെ നമ്മൾ ആയിക്കോട്ടെ, ആട് വേക്കണോരായിക്കോട്ടെ, വണ്ടി ഓടിക്കണോരായിക്കോട്ടെ, എന്താ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്തോ. എടക്കുളത്ത് ഞാൻ നിൽക്കുന്ന കാലത്ത് എടക്കുളത്തുകാരുടെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഞാൻ ഈ രൂപത്തിൽ പറഞ്ഞൊരു ദിവസം റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞുകാണ്ട് റസൂലുള്ളാഹിനെ ഉറക്കത്തിൽ കാണാൻ സ്വലാത്തിനെ പെരുപ്പിക്കണം എന്ന് ഞാൻ എൻ്റെ അത് കൂടെ പറഞ്ഞു. ഏതായാലും ആ കുട്ടിയെ കേട്ടിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുട്ടിയാണ്.
ഓൻ ഓട്ടോറിച്ച് അങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. സലാത്ത് ഇങ്ങനെ ചെല്ലും. സലാത്ത് ചെല്ലി 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 നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു. ആ കുട്ടി എന്നെ വന്ന് പറഞ്ഞതാണ് എന്നോട്. പക്ഷേ ഉസ്താദെ പൂർത്തിയായി കണ്ടില്ല. ഹബീബായ നബി തങ്ങളെ കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, ഒരു കൂട്ടം സഹാബത്തുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖം, റസൂലിന്റെ പിൻഭാഗം മാത്രമേ കണ്ടതുള്ളൂ, മുന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞു, പുന്നാരമോനെ പൂർത്തിയായിട്ടില്ല, ഞാൻ ചൊല്ലിക്കോ, സലാത്താണ് ചൊല്ലിക്കൂടി കാണും കേട്ടോ. അതാ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യണ ജോലി ചെയ്തോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്താണ് ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ആദരവായ നബി തങ്ങളുടെ പേരിൽ അടിച്ചു കയറുമ്പോഴും പാത്രം മോറുമ്പോഴും അതുപോലെ എല്ലാ സമയത്തും സലാത്ത് ചൊല്ലിയിരുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന് കെട്ട് പറഞ്ഞത് ഹബീബായ നബിയല്ലേ. മദീന മുനവ്വറയിൽ നിന്ന് അവിടേക്ക് ഹജ്ജിന് വേണ്ടി ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരു മഹാനായ പണ്ഡിതനോട്, ഇന്നാളിന്റെ സ്ഥലത്തുള്ള ഇന്നാളിന്റെ പെണ്ണിനെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ ഉപദേശിച്ചു പോന്നില്ലേ. ചെല്ലിക്കോ സലാത്ത്, ദിക്റും സലാത്തും കൊണ്ട് പെരുപ്പിച്ചുകൂടി നന്നാക്കി ചെല്ലിക്കോ. നിന്റെ കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. കാലിൻ്റെ മുട്ടിന് വരുത്തുണ്ടാവൂല, കയ്യിൻ്റെ മുട്ടിന് വരുത്തുണ്ടാവൂല, കണ്ണിന് വരുത്തുണ്ടാവൂല. ഒക്കെ ഈ KP അബ്ദുള്ളക്ക് 72 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്നോട്. ഒരൊറ്റ ഗുളിക KP അബ്ദുള്ള കുടിക്കണില്ല, പ്രഷറില്ല, പ്രമേഹല്ല, ഒരു കേടും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് KP അബ്ദുള്ളക്കില്ല. ചൊല്ലിക്കോ, ഹബീബായ നബി തങ്ങളുടെ സലാത്ത് അങ്ങനെ ചൊല്ലിക്കോ. നേട്ടമാണെങ്കിൽ റസൂലുള്ളാഹിക്ക് ഞങ്ങൾ സലാത്ത് ഇട്ടിട്ടും വേണ്ട, ഞമ്മക്ക് വേണമെങ്കിൽ ചെല്ലിയാൽ മതി. അള്ളാഹ്ക്ക് നിങ്ങൾ അള്ളാഹ് ദിക്റിലിട്ടും വേണ്ട, ഞമ്മക്ക് വേണമെങ്കിൽ ചെല്ല. ഇതൊക്കെ നമ്മളെ പണത്തിനായി പറയണമൊക്കെ റബ്ബിന് വേണ്ടിയല്ല. മുത്ത് നബിക്ക് അള്ള കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുക ചെയ്യും. അത് നിങ്ങളാരും പറഞ്ഞിട്ടും വേണ്ട, നിങ്ങളാരും കുത്തകയില്ല, ഇന്ത്യയും കുത്തകല്ല, അത് കൊടുക്കും. ഞമ്മക്ക് വേണമെങ്കിൽ ചെല്ല, റബ്ബ് നമ്മളെ രക്ഷാമത്താക്കട്ടെ. അതുകൊണ്ട് നന്നായി തന്ന ഇഖ്ലാസോടുകൂടെ നല്ല രീതിയിൽ ഒരു 10 വട്ടം നല്ല രീതിയിൽ നല്ല ഇഖ്ലാസോടുകൂടെ റസൂലുള്ളാഹിയുള്ള മഹബത്ത് കൽബി കരുതിയിട്ട്, റസൂലുള്ളാഹിയുള്ള മഹബത്ത് കൽബി കരുതിക്കൊണ്ട് നമ്മൾ ദ്വാരിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഒക്കെ എല്ലാവർക്കും നേരം ഉണ്ടാവും എനിക്കറിയാം. പക്ഷേ KP അബ്ദുള്ള അങ്ങനെ മൗലിയാക്കന്മാരെ പറ്റി പറയുന്നാലേ നേരം പൊളുത്താലും അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വഭാവം അച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മഹാന്മാരുടെ കൊണ്ട് സലാമത്താക്കട്ടെ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇഖ്ലാസോടുകൂടെ, ഞാൻ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ നന്നായാൽ മതി. നിങ്ങളെ കൽബ് നന്നായി നല്ല രൂപത്തിൽ നിങ്ങളാണ് ചെല്ലിയാൽ ഞാനും രക്ഷപ്പെടും. ഒരു ദിക്റിൻ്റെ സാഹസിലൊരു ചങ്ങായി പിരിഞ്ഞു പോകുമ്പോഴേ മഹാന്മാരായ മലായിക്കത്ത് ഞാൻ ഓൾക്ക് വേണ്ടോ കൊടുത്തു എന്നുള്ള പറഞ്ഞു. ഞാൻ ആ വിഷയം കുറേ ദീർഘമാണ് ഹദീസ്, ഒരു ദീർഘിച്ച ഹദീസാ. എൻ്റെ അവസാനം ഞാൻ പറയാൻ കഴിയും സാമ്പിളിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി. ആ ഓല കൊടുത്തില്ല, അങ്ങനെ എല്ലാവർക്കും ഓലൊക്കെ എന്താ വേണ്ട ഓല് ചോദിച്ചൊക്കെ ഞാൻ ഓൾക്ക് കൊടുത്തു. ഒരു കാവലിന് തൊടിയത്തോട്ടൊക്കെ ഞാൻ കാത്തു എന്ന് റബ്ബ് പറയുമ്പോൾ മലക്കുകൾ പറയും എന്നും റജുലും. ആ കൊടുത്തൊരു മനുഷ്യനുണ്ട്, അള്ളാ ഓനെ ദിക്റിന് വന്നൊന്നുമല്ല. ഓനായിൽ അങ്ങനെ പോയപ്പോൾ അവിടെ ദിക്റുണ്ട്, അപ്പോൾ അവിടെ ചോറ് ഇറച്ചിയുണ്ട് പറഞ്ഞപ്പോൾ അത് ഒരു വലിയ അങ്ങനെ വിചാരിച്ച് കരിക്കു തിന്നതാ. ഓൻ ദിക്റവും ചൊല്ലിയിട്ടില്ല, ആ ഇറച്ചിയും പറയും വാങ്ങിയാണ്ട് ഓൻ പോവുകയും ചെയ്തു. ഓനാ ഈ പട്ട ആളല്ല.
ലാ യഷ്ഖാ ജലീസുഹും ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തആല പറഞ്ഞ മറുപടി എന്താ? ഒരു വിഭാഗം ജനങ്ങളാ, ഓലെ കൂടെ ഇരുന്നോ വെറുതെ ആവൂല, ഓൻ നന്നായി. അപ്പോൾ കെ പി അബ്ദുള്ള മോശക്കാരനാണെങ്കിൽ നിങ്ങളെ കൂടുതൽ കൂടി ഞങ്ങളൊക്കെ പാടെ നന്നായ കെ പി അബ്ദുൽ നന്നാവും. അത് മതി, വെറുതെ കൂടി കുത്തിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല മനസ്സോടുകൂടെ ഒന്ന് ചില്ല സ്വലാത്ത് എന്നിട്ട് നമ്മക്കാണ് ദ്വാരിക്കണം. റഹ്മാന റബ്ബ് കബൂലാക്കട്ടെ, റബ്ബ് കബൂലാക്കട്ടെ, റബ്ബ് കബൂലാക്കട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ വട്ടപൂജയിക്കാരം ഒന്നും കിട്ടൂല. ഖാലിഖായ റബ്ബിൻ്റെ സ്വീകരണമല്ലാതെ ഒന്നും ചേർക്കൂല. അതുകൊണ്ട് നല്ല രീതിയിൽ കൽബറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനുള്ള ഹുബ്ബ് കൽബിൽ വെച്ചുകൊണ്ട് നന്നാക്കി ഒക്കെ സ്വലാത്ത് ചെല്ലണം കേട്ടോ. അള്ളാഹ് കബൂലാക്കട്ടെ, പുന്നാര നബിൻ്റെ റൂളയിലേക്ക് എത്തിക്കട്ടെ. ഹബീബായ നബി തങ്ങളെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മഹാന്മാരായ നിന്റെ ഔലിയാക്കളെ കാണാൻ കഴിഞ്ഞില്ല. നിന്റെ മഹാന്മാരോട് കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അല്ലാ, ഈ അവസാന കാലത്തുള്ള ചണ്ടികളായി പോയി. ഞങ്ങൾക്ക് ഇബാദത്തില്ല, ഇൽമില്ല. നീ തന്നത് അനുഭവിക്കലല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഖാലിഖ്, നിന്നെ മറന്ന് കളിച്ചെങ്കിലും സാധുക്കായ ഞങ്ങളെ മറക്കല്ലേ അല്ലാ, മറക്കല്ലേ അല്ലാ, മറക്കല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ, കയ്യൊയ്ക്കല്ലേ അല്ലാ. സമുദായത്തെ വല്ലാതെ പ്രേമിച്ച, സമുദായത്തിന് വേണ്ടി ഒരുപാട് കണ്ണീരൊലിപ്പിച്ച ഹബീബായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. ഹയാത്ത് കാലത്ത് അവിടെ മുന്നിലിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ. അല്ലാ, നിങ്ങൾ അമൽ ചെയ്തോളൂ, ഞാനും എൻ്റെ ഹബീബും കാണുന്നുണ്ടെന്ന് നിന്റെ ഖുർആനിൽ ഞങ്ങളോട് പറഞ്ഞതാണല്ലോ. പുന്നാര നബിൻ്റെ റൗദയിൽ നിന്നൊരു കവാടം ഈ സദസ്സിലേക്ക് തുറന്നുകൊണ്ട് അല്ലാ, തുറന്നുകൊണ്ട് അല്ലാ, തുറന്നുകൊണ്ട് അല്ലാ. മുത്തുനബിൻ്റെ റൗദയിൽ നിന്നൊരു മുത്തുനബിൻ്റെ റൗദയിൽ നിന്നൊരു കവാടം തുറന്നുകൊണ്ട് അല്ലാ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഉൻദുർനാ യാ റസൂലല്ലാഹ്. നീ നന്നാക്കി ചൊല്ലിക്കട്ടോ, ഇഖ്ലാസോടുകൂടെ നല്ല രീതിയിൽ സ്വലാത്താണ് ചൊല്ലിക്കോ. ആരും അതവോട് കൂടെ കുത്തിരുന്നിട്ട് മുത്തുനബിനെ കൽബിക്കിട്ട് ഇറങ്ങിയിട്ട് റബ്ബിയോടുള്ള ഹുബ്ബ് കൽബിക്കിട്ട് ഇറക്കിയിട്ട് നന്നാക്കിയാണ് ചെല്ലിക്കോ. ആണ് മുട്ടട്ടെ, റോദിയിൽ വെല്ലാണ്ട് അടിച്ചട്ടെ. അവിടുന്ന് എങ്ങാനും ആ ഫോൺ എടുത്താൽ നമ്മൾ രക്ഷപ്പെടും. അവിടേക്കുള്ള നമ്പറാണ് ഇപ്പോൾ നമ്മൾ അടിച്ചിടത്. മദീനയിലെ റൗദയിലേക്കുള്ള നമ്പറാണ് അടിച്ചിടത്. അതുകൊണ്ട് നമ്പർ ഭയക്കണ്ട, നന്നാക്കി അടിച്ചോ. അവിടെ ഫോൺ എടുത്താൽ നമ്മൾ രക്ഷപ്പെടും. അവിടെ എത്തിക്കുമാറാവട്ടെ, മുത്തുനബിൻ്റെ റൗദയിലേക്ക് എത്തിക്കുമാറാവട്ടെ, മുത്തുനബിൻ്റെ റൗദയിലേക്ക് ഈ സമയത്ത് എത്തിക്കുമാറാവട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين.
إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين إلهي نجنا واكشف جميع أذية واصرف مكايد الهدى والطف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين അല്ലോ ചൊല്ലിക്കോട്ടോ അല്ലോ ചൊല്ലിക്കോ സലാത്ത് ഉറക്കം ചൊല്ലിക്കോ റഹമത്തിന്റെ മലായിക്കത്ത് ഇറങ്ങട്ടെ സാധുക്കളായ സദസ്സിന് മലായിക്കത്ത് തൃപ്പതിപ്പെടട്ടെ ആകാശത്തിന്റെ കവാടങ്ങള് തുറക്കപ്പെടട്ടെ الله إلهنا في سر الكربا عن العصين والعطبا وكل بلية ووبا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين وكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين لا إله إلا لقد لاقت على القلب جميع الأرض مرحب فأنجي من البلاء السحب بأهل البدر يا الله أتينا طالب الرفد وجل الخير والسعد فوسع منة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردد مع الخيبة ولجعلنا على الطيبة أيا ذا العز والهيبة بأهل البدير يا الله فإن تردد فمناتي لنيل جميع حاجاتي أيا جال الملمات بأهل البدير يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله إلى
مولاي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدير يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدير يا الله وصل على النبي البر بلا حد ولا حسر وآل سادة النور وأهل البدير يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله ബദരീങ്ങളെ അസ്ഹാബുൽ ബദരീങ്ങളെ ഞങ്ങളെ സഹായിക്കണേ. പാപങ്ങളാണ്, കൈവിട്ട് പോകരുത്. ബദരീങ്ങളെ കൈയൊയ്ക്കല്ലേ, ബദരീങ്ങളെ കൈവിടല്ലേ. ആദരവായ മുത്തുനബിയേ, സമുദായത്തെ അങ്ങേ അറ്റം പ്രേമിച്ച നബിയേ, സമുദായത്തിലുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഈ ഇരുന്ന് കരഞ്ഞ നബിയേ, ഇന്ന നിസാ ഉമ്മത്തി യുഅദ്ദബ്ന ഫിന്നാർ. ചെന്ന് മുതുക് തടയുകയും കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഉപ്പ എന്ന് ചോദിച്ചപ്പോ, ഫാത്തിമ, എൻ്റെ സമുദായത്തിലുള്ള പെണ്ണുങ്ങളെ നരകത്തിലിട്ട് റബ്ബ് സൂക്ഷിക്കുന്നു ഫാത്തിമ, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ പുന്നാര നബിയാ. സഹോദരിമാരെ, നന്നാക്കി ചൊല്ലിക്കോ സലാത്ത് കേട്ടോ. ആ മുത്തുനബി സമുദായത്തിന് വേണ്ടി ദുനിയാവിലും ആഖിറത്തിലും കടന്ന് റബ്ബിന്റെ മുന്നിൽ പരക്കം പായുന്ന മുത്തുനബിയാണ്. മശറയിലൂടെ പാഞ്ഞ് കളിക്കുകയാണ്. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ എൻ്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് മശറാവൻ സഭയിൽ ഓടിക്കളക്കുന്ന മുത്തുനബിയാണ്. യാ റസൂലല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ കൈപിടിക്കണേ നബിയേ, ഞങ്ങളെ കരകയറ്റിത്തരണേ നബിയേ. രാജാതിരാജനായ റബ്ബിൻ്റെ കോട്ടിലേക്ക് ചെല്ലാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല നബിയേ, പാപ്പരായ അടിമകളാണ് നബിയേ. ഈ സമുദായത്തെ കരകയറ്റിത്തരണേ. അർഹമുർറാഹിമീനായ രാജസയ്യിദായ എന്തെങ്കിലും പറയണ്ടോ? ലേശം വെള്ളം കഴിഞ്ഞു. ദ്വാരക്കാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക്
കാലും മടമ്പും വളഞ്ഞ് രണ്ട് മുട്ടുംകാല് അടുത്തു വരികയാണ്. ചികിത്സക്ക് വലിയ സംഖ്യ വേണം. പരിപൂർണ ശിഫ കിട്ടുന്ന സ്ഥലത്ത് എത്തിക്കാനും പെട്ടെന്ന് രോഗം ശിഫയാകാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. കുളപ്പുറത്തു നിന്നും ഒരു സഹോദരി പ്രസവം എളുപ്പമാകുന്നതിന് വേണ്ടി നമ്മുടെ മജ്‌ലിസിലേക്ക് 11 കിലോ പഞ്ചസാര നേർച്ചയാക്കിയിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞു, അവർ ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഖത്തറിൽ ജോലി ശരിയാവാൻ വേണ്ടി ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 11 കിലോ പഞ്ചസാര നമ്മുടെ മജ്‌ലിസിലേക്ക് ഏറ്റിരുന്നു. ജോലി ശരിയായി ശമ്പളത്തിൽ നിന്ന് 11 കിലോ പഞ്ചസാര ഒക്കെയുള്ള ക്യാഷ് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ കുന്നുംപുറം കാടപ്പടിയിൽ നിന്ന് 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൂത്രദ്വാരം അടഞ്ഞ് വലിയ വിഷമത്തിലാണ്. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിപൂർണ ശിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ മജ്‌ലിസിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ ഭർത്തൃ വീട്ടിൽ മുൻ ഭാര്യയുടെ പ്രയാസം സഹിക്കാൻ കഴിയാതെ വിഷമം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ ഭർത്താവിനോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ശല്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷ നൽകുമാറാവട്ടെ. ഉസ്താദ് അവർക്ക് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ ഒരുപാട് സംഭാവനകൾ ചെയ്തവർ, നമ്മുടെ പെട്ടിയിൽ സംഭാവന നൽകിയവർ, നമ്മുടെ ബക്കറ്റ് പിരിവിൽ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് സംഭാവന നൽകിയവരുണ്ട്. മുറാദ് ഹാസിലാകാൻ വേണ്ടി തോട്ടുങ്ങളിൽ നിന്നും ഉമ്മർക്ക് 5 കിലോ പഞ്ചസാരയുടെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കളഞ്ഞുപോയ സ്വർണം കിട്ടാൻ വേണ്ടി ഒരു 11 കിലോ പഞ്ചസാര നമ്മുടെ മജ്‌ലിസിലേക്ക് നേർച്ചയാക്കുകയും സ്വർണം തിരിച്ച് കിട്ടി എന്നറിയിക്കുകയും അതിൻ്റെ ക്യാഷ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ അനുഭവിച്ച് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. എങ്കിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റാഹത്താവാൻ വേണ്ടി നമ്മുടെ മജ്‌ലിസിലേക്ക് 200 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മജ്‌ലിസിലെ എല്ലാ മജ്‌ലിസിലും പങ്കെടുക്കുന്ന വെള്ളാമ്പുറത്തു നിന്നുള്ളൊരു സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. വിഷമങ്ങളൊന്നുമില്ലാതെ അല്ലാഹു തആല പരിപൂർണ ആരോഗ്യം തിരിച്ചു നൽകുമാറാവട്ടെ. ഉസ്താദ് അവർക്ക് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ നിരവധി ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. കാര്യപ്പെട്ട ഉസ്താദന്മാരെ കൊണ്ട് ദ്വാരക്കാൻ ഞാൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കേൾക്കൂല വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് സാധുവായ ഞാൻ തന്നെ ദ്വാ ചെയ്യുക. നിങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞു. ഉസ്താദന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആമീൻ പറയാൻ. ഈ ഖലാസോടെ നിങ്ങളെല്ലാവരും ആമീൻ പറയാം. റഹ്മാനായ റബ്ബ് തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ലേശം സൗണ്ട് കൂട്ടിയാണ്. ലേശം ഒന്ന് തുറന്നാണിത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك حبيبك ونبيك المصطفى سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا مصطفى محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين.
صلاة تطهر بها قلوبنا وقلوب أهلنا وقلوب أولادنا وقلوب أولاد أولادنا وقلوب أقطاننا وقلوب من أوصانا بالدعاء وتكشف كروبنا وبها كروبنا وكروبهم وتقضي بها حوائجنا وحوائجهم وتشفي بها أمراضنا وأمراضهم وتوسع بها رزاقنا وأرزاقهم وتحسن بها أخلاقنا وأخلاقهم وتدمر بها أعداءنا وأعداءهم وتصحح بها أجسامنا وأجسامهم وتغفر بها ذنوبنا وذنوبهم وتدفع بها عنا وعنهم سحر الساحرين وحسد الحاسدين وظلم الظالمين وشر العائنين وشر الآسنين وشر الكائنين وشر الماكرين وشر الفاسقين وشر المغتابين وشر النمامين وشر المتكبرين وشر الجبارين وشر الفتانين وشر السياسين وشر كل ذي شر يا أرحم الراحمين. أرحم الراحمين يا راج سيدا يا راجا جنايا الملك الجبار يا قهار يا بر الرؤوف الرحيم يا قادر مختار ما يا لطيف بالعباد يا الله രാജാതിരാജനായ يا الله يا الله يا الله. സാധുക്കളായ പാവങ്ങളായ ദോഷികളായ അടിമകളാണ് നിന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നത്. അല്ലാ, ദോഷം ചെയ്യാതെ ഒരു കുറ്റം ചെയ്യാത്ത എൻ്റെ മലായിക്കത്തിനെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് ആശയില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾ നീ സൃഷ്ടിച്ചത് ഈ രൂപത്തിലല്ലേ അല്ലാ. തെറ്റിൻ്റെ കൂമ്പാരവുമായി വന്നു നിൽക്കുന്ന എന്നോട് ഞങ്ങളോട് പോടാ എന്ന് പറഞ്ഞാട്ടല്ലേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ ഇഖ്ലാസ് കുറഞ്ഞവരാണ്, തഖ്വയില്ലാത്തവരാണ്, ഇൽമ കുറഞ്ഞവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ് അല്ലാ. ഇവിടെ വന്ന് ഇരുന്ന് നിന്റെ പള്ളിയിൽ നീ പരിശുദ്ധ റജബ് മാസം നീ ബഹുമാനിച്ച മാസമാണ്, ഷഹറുള്ളയാണെന്ന് ഞങ്ങളുടെ പുന്നാര നബി ഞങ്ങളെ പഠിപ്പിച്ച മാസമാണ്. അങ്ങനത്തെ ബഹുമാനപ്പെട്ട ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ, ഈ രാത്രി സമയത്ത് ഈ സാധുക്കൾ നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് റഹ്മാനെ എൻ്റെ റഹ്മത്തിൽ ആഗ്രഹിച്ചു കൊണ്ട് വന്നതാണ്. എൻ്റെ റഹ്മത്തിൻ്റെ കവാടത്തിങ്കൽ വന്ന് നിൽക്കുന്നവരാണ്. റബ്ബേ, ഇവിടെ ഇരുന്നു കൊണ്ട് നിൻ്റെ ഖുർആനിൽ ഞങ്ങൾ പാരായണം ചെയ്തു, പുന്നാര നബിൻ്റെ മദ് ഞങ്ങൾ പാരായണം ചെയ്തു. മഹാന്മാരായ ഖാജാ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അതുപോലെ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളെ ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് സ്മരിച്ചു. അല്ലാ, ഒരുപാട് ദിക്ർ ഞങ്ങൾ ചൊല്ലി. അല്ലാ, അർഹതയില്ലാത്തവരാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് അപാകതകളുണ്ടാകും, ഒരുപാട് പോരായ്മകളുണ്ടാകും, ഒരുപാട് അതവുകേടുകളുണ്ടാകും. എന്നാലും നിന്റെ സ്വാലിഹീങ്ങളായ മുൻഗാമികളൊക്കെ ചെയ്തു പോന്നതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൊണ്ട് നാവ് കൊണ്ട് ചൊല്ലിയതാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ്. അങ്ങനെ ലക്ഷക്കണക്കിനുള്ള മഹാന്മാരായ സ്വഹാബത്തും ലോടിക്കണക്കിനുള്ള മഹാന്മാരായ ഔലിയാക്കളും അമ്പിയാക്കളും മലായികത്തും ചൊല്ലിയ ദിക്റാണ്. അല്ലാ, നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റാണ് ഞങ്ങൾ ചൊല്ലിയത്. അല്ലാ,
അത് നീ അറിയുമല്ലോ. അതപകേട് ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്.